ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ ആയിട്ടാണ്. ചെറുതാണ്. ഞാൻ ഇപ്പോൾ അടുത്തിട്ട കുറച്ച് വീഡിയോസിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഇതൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. ഇവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് അനന്തു എന്നാണ്. പിന്നെ ഞാൻ പഠിക്കുന്നപ്പോൾ +2ലാണ്. എൻ്റെ ആദ്യം തൊട്ടേ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും. ഇപ്പോൾ കയറിയിരിക്കുന്ന അറിയാൻ മതിയല്ലോ. പിന്നെ ചോദിച്ച കുറച്ച് കമൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എവിടെയാണ്? വീട് കക്കവും, ജില്ല മലപ്പുറം. പിന്നെ ഞാൻ പഠിച്ച സ്കൂള് വാഴക്കാട് GHSS. അല്ല, +1 +2 അവിടെ കക്കോ സ്കൂളിലാണ് 10ാം ക്ലാസ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അതിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ കുറേ കമൻറ്റ് തന്നത് ഈ സ്ലേറ്റിനെ പറ്റിയാണ്. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തിനാണ് ബ്രോ എഴുതുന്നത്, എന്തിനാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പോൾ ഈ സ്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ പണ്ടേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ വാങ്ങിയപ്പോൾ ഒരു കൊല്ലം ഒന്നായില്ല, ഒരു 5 മാസം മുന്നേക്കാണ് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് 2K ആണ്, 2000 റുപ്യാണ് ഏകദേശം ആയത്. ഇപ്പോൾ വില കൂടിയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നോക്കിയിട്ട്. എന്തായാലും അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ലേറ്റ് വർത്താണ് വയ്ക്കുകയാണെങ്കിൽ 2000 റുപ്യക്ക് തീരെ വರ್ತല്ല. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ 1 റുപ്യക്ക് 4 ന്യൂസ് പേപ്പർ കിട്ടും, ന്യൂസ് പേപ്പർ അങ്ങനെ കിട്ടും. അപ്പോൾ 10 റുപ്യക്ക് 400, 100 റുപ്യക്ക് 10 റുപ്യക്ക് 40, 100 റുപ്യക്ക് 400, 1000 റുപ്യക്ക് 4000 കിട്ടും. 2000 റുപ്യക്ക് 8000 ന്യൂസ് പ്രിൻറ്റ് കിട്ടും. 8000 ന്യൂസ് പ്രിൻറ്റ് ആണെങ്കിൽ ഇതിനെക്കാട്ടി എത്രയോ നല്ല. 8000 പേജൊന്നും നമ്മൾ എന്തായാലും എഴുതാൻ പോകുന്നില്ല. ഇതിൽ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജുകൾ വേസ്റ്റ് ആക്കേണ്ടതാണ്. പിന്നെ പേജുകൾ എഴുതാനുള്ളതാണ് കാര്യം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ ഒന്ന് പ്രൈസാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോറേജ് ചെയ്ത് വെക്കാനില്ല. പക്ഷേ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. പക്ഷേ എന്നാലും പിന്നെ ഇതാണെങ്കിലും അത് മാഞ്ഞോ, പിന്നെ കിട്ടില്ല. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ പേപ്പറിൻ്റെ ഒക്കെ ഉപയോഗം കിട്ടുന്നത്. അല്ലെങ്കിൽ 50 റുപ്യക്കൊക്കെ നല്ല ബുക്ക് കിട്ടി, 200 പേജുള്ളത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി. ഇത് വർത്തൊന്നുമല്ല, വാങ്ങണവർക്ക് വാങ്ങാം. നല്ല കാര്യമൊക്കെ തന്നെയാണ്. ബോർഡ് എഴുതുന്നൊക്കെ കാണിച്ചാൽ ഇതാറുണ്ടോ, പല കളറിലായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ നഖം കൊണ്ടാണ് എഴുതുന്നത്. വേറെ അതിൻ്റെ പെന്നൊക്കെ ഉണ്ട്, പല കളറിലായിട്ടാണ്. പിന്നെ അത് ഇവിടെ വായിക്കാനും കഴിയും. ഇവിടെ ഇതൊക്കെ അതിനെ പറ്റിയൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടാണ്, അതിൻ്റെ ലിങ്ക് കൊടുക്കുക. രണ്ടാമത് അത്യാവശ്യം കുറച്ച് കമൻറ്റ് വന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടെന്ന് പറയുമ്പോൾ ഇത് ഒരു സ്റ്റഡി ലാമ്പാണ്. ഇതിന് ഏകദേശം ഞാൻ വാങ്ങിയപ്പോൾ 225 റുപ്യാണ്. ഒന്ന് ഇവിടെ ലേറ്റായിട്ട് ഞാൻ ഉള്ളിലേക്ക് വിട്ടാണ് ചേട്ടാ. അപ്പോൾ ഇതാണ് സ്റ്റഡി ലാമ്പ്. ഇതിന് ഏകദേശം 225 റുപ്യാണ് വന്നത്. അതിൻ്റെ ലിങ്ക് അതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ഇട്ടിരുന്നു, ഷോർട്സ് ആക്കിയിട്ട്. അതാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് ലൈറ്റ് എത്തിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പവർ 3 പവറുകളുണ്ട് ഇതിൽ. ഇത്ര അത്യാവശ്യം നല്ല പവറുണ്ട്. ഇതിപ്പോൾ ഇരുട്ടത്താണെങ്കിൽ നല്ല കാണിച്ചിട്ട് കുറച്ച് വിട്ടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഒക്കെ ഉണ്ട്. 3 പവറുണ്ട്. ഇതും വെറുത്താണ് വയ്ക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ഞാൻ ഇത് വാങ്ങിയിട്ട് രാത്രിയൊക്കെ അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി പഠിക്കാൻ വെച്ച്. പക്ഷേ രാത്രി ഞാൻ പറയാതെ ലൈറ്റ് ഇട്ടിട്ട് തന്നെയാണ് പഠിക്കൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വേനയാവും, കണ്ണിന് നല്ല വേനയാവും. ചെറിയ ലൈറ്റ് എത്തി നമ്മൾ ലാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ണിന് നല്ല സ്ട്രെയിൻ ആവും. ആ ഫോണിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതും വലിയ അതൊന്നുമില്ല, പക്ഷേ റേറ്റ് നല്ല കുറവാണ്. അടുത്ത ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ലാപ്പിനെ പറ്റിയാണ്. ലാപ്പിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജും എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സർ, അങ്ങനെ ലാപ്പിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ചോദിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കമൻറ്റ് അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അധികത്തിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ലാപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ HP കൊടുക്കും. ബാക്കിയുള്ള സംഭവം ഞാൻ റിപ്ലൈ കൊടുക്കാത്ത പറഞ്ഞാൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. അറിയെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു ഉറപ്പായിട്ടും. സംഭവം അറിയാത്ത ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കാനാണ്. പിന്നെ ഞാൻ ഇതിനെ പറ്റി കുറേ ഇവിടെ വാറൻറ്റി കാർഡ്ലെസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ. അതിലൊക്കെ നോക്കി, അതിലൊന്നും കാണില്ല എത്ര GB ആണ്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റേറ്റുള്ള ഇതിന് ഏകദേശം 38,000 അടുത്തായിട്ടുണ്ട് ഈ ലാപ്പിന്. ഓൺ ഓഫറിന് ഇട്ട് വാങ്ങിയാണ് ഞാൻ. ഏതാ മോഡലിൽ നിന്നും നോക്കിയില്ല, HP എന്നുണ്ട് വാങ്ങി ഇടമലൊന്നും നോക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ കൊടുത്തപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഏകദേശം ഒരേ മോഡൽ വന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 36 ഇതിൻ്റെ കൂടെ കുറച്ച് കിറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് ഏകദേശം 36. അതിൽ കാണിച്ച ഇൻ്റലിൻ്റെ i3 ആണ്, കോർ i3 എന്നൊക്കെ കാണുന്നത്. 512 GB എന്നൊക്കെ കാണുന്നത്. അപ്പോൾ ഏകദേശം തന്നെ ആവും അതൊന്നും ഞാൻ വിചാരിക്കുന്നു. ഇതിൽ GTA 5 കളിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഫ്രീ ഫയർ ആയിട്ട് തന്നെ ഇതിൽ കളിക്കാൻ കഴിയുന്നില്ല, എന്തോ റേഞ്ച് പ്രോബ്ലം ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തൊക്കെയോ ആണ് ഈ ലാപ്പൊക്കെ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അധികം അറിയില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ടിൽ കാണിച്ചത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് എന്നൊന്നും പറയില്ല, കുറേ ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇടാൻ വെച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ടേബിളറ്റിൻ്റെ ലിങ്ക് എല്ലാത്തിനും ഇങ്ങനെ അയച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഇടാൻ വെച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പത്രത്തിനൊന്നും പറയാൻ വേറെ ഒന്നുമില്ല. ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ടായിരുന്നു വരുന്നതാണ്. ഗായ്സ്, വേറൊരു കാര്യം പറയാൻ പറ്റുന്നു. എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് 5K അടിച്ചതിന്. താങ്ക്സ്.